എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മുഖത്ത് പ്രായം തോന്നിക്കാനുള്ള പ്രധാന ഘടകം നമ്മുടെ മുഖത്തുള്ള ചുളിവുകളാണ്. അതുപോലെ തന്നെ അയഞ്ഞ ചർമ്മം, കണ്ണിനടിയിലെ കറുപ്പ്, കുരുവിൻ്റെ പാടുകൾ, ഇതൊക്കെ നമുക്ക് പ്രായാധിക്യം തോന്നിപ്പിക്കും. ചർമ്മത്തിന് പ്രായം കുറവ് തോന്നിപ്പിക്കാനായിട്ട് അതുപോലെ തന്നെ ചുളിവ് മാറ്റാനായിട്ട് കൃത്രിമ വഴികളേക്കാളും നമുക്ക് പ്രകൃതിദത്തമായ വഴികളാണ് ഏറ്റവും നല്ലത്. അങ്ങനെ പ്രകൃതിദത്തമായ 2-3 വഴികളാണ് ഞാനിന്നിവിടെ ചെയ്ത് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് ഈ ഫേസ് പാക്കുകൾ തയ്യാറാക്കണമെന്ന് നോക്കാം. നമ്മൾ നിത്യയൗവനം നിലനിർത്താനായിട്ട് 3 ഫേസ് പാക്കുകളാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ദിവസവും അപ്ലൈ ചെയ്യുന്ന ഫേസ് പാക്ക് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് മുൾട്ടാണിമിട്ടിയും റോസ് വാട്ടറും ഉരുളൻകിഴങ്ങാണ് നമുക്ക് ആവശ്യം. ബഞ്ചാരാസിൻ്റെ മുൾട്ടാണിമിട്ടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. റോസ് വാട്ടർ ഏത് വേണമെങ്കിലും എടുക്കാം, അത് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങ് ഇവിടെ ഞാൻ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് സ്ലൈസ് ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ജാറിലടിച്ചിട്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ഇതിൽ നിന്ന് മുൾട്ടാണിമിട്ടി എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിത് പാക്ക് കട്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ ഇതിൽ ഒത്തിരി പാക്കുകൾ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരെണ്ണം എടുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ആവശ്യാനുസരണം ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ ഉരുളൻകിഴങ്ങ് ജ്യൂസ് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആവശ്യാനുസരണം റോസ് വാട്ടർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നോർമൽ സ്കിന്നും അതുപോലെ തന്നെ ഓയിലി സ്കിന്നും ഉള്ളവർക്കാണ് ഈ ഫേസ് പാക്ക്. ഇനി ഡ്രൈ സ്കിന്നുള്ളവരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് സ്വല്പം തേൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യണത് നന്നായിരിക്കും. അപ്പം ഞാൻ അതിനായിട്ട് ഇപ്പോൾ സ്വല്പം ഇതിൽ തേൻ ചേർക്കുന്നുണ്ട്. തേൻ ചേർത്തിട്ട് എല്ലാ സ്കിന്നിനുള്ളവർക്കും നല്ലത് തന്നെയാണ്, പക്ഷേ ഡ്രൈ സ്കിന്നുള്ളവർക്ക് പ്രത്യേകിച്ച് നല്ലതാണ്. അതുകൊണ്ട് ഞാനിതിലേക്ക് ഇപ്പോൾ 1 സ്പൂണ് തേൻ കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാം. മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം 20 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. 20 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകി കളയാവുന്നതാണ്. ഇത് ദിവസവും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. ഇത് ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ മുഖക്കുരു മാറും, മാത്രമല്ല മുഖം കളർ വയ്ക്കും, നല്ല തിളക്കും, നല്ല ഭംഗിയും വരും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അടുത്തതായിട്ട് നമ്മൾ ചർമ്മത്തിൻ്റെ ചുളിവ് മാറാനുള്ള ഫേസ് പാക്കാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമുക്ക് സ്വല്പം ഓട്സ് വേവിച്ചതും തൈരും ഒലീവ് ഓയിലാണ് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് ആവശ്യാനുസരണം വേവിച്ച് വെച്ചിട്ടുള്ള ഓട്സ് ആഡ് ചെയ്യണം. ഓട്സ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ആഡ് ചെയ്യാം. അതിനുശേഷം ഒലീവ് ഓയിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നന്നായി തന്നെ മിക്സ് ചെയ്യണം. ഇത് ഓട്സ് നന്നായിട്ട് വേവിച്ചിരിക്കണം, എങ്കിലാണ് നന്നായിട്ട് മിക്സ് ആവുള്ളൂ. അതിനുശേഷം നമുക്കിത് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യണം. ഒരു 15 മിനിറ്റ് വേണം നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളയേണ്ടതാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചർമ്മത്തിൻ്റെ ചുളിവ് മാറുന്നതായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ ചർമ്മം അഴയാതിരിക്കാനുള്ള ഫേസ് പാക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നേന്ത്രപ്പഴം വെച്ചാണ് ചെയ്യുന്നത്. നല്ല പഴുത്ത നേന്ത്രപ്പഴം ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. പുഴുങ്ങിയതല്ല, പച്ച പഴമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ പഴുത്ത പഴം എടുത്തതിന് ശേഷം നന്നായിട്ട് കൈ വെച്ച് ഇത് ഉടയ്ക്കണം. ഇനി കൈ വെച്ച് ഉടയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി ഇത് ഉടച്ചെടുത്തതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം തേൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അങ്ങനെ തേനും പഴം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റിന് ശേഷം കഴുകി കളയാം. ഇനി പ്രായാധിക്യം കൂടാനുള്ള കാരണം കണ്ണിനടിയിലെ കറുപ്പ് നിറാണ്. അത് വരാതിരിക്കാനുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിരുന്നു. കാണാത്തവർ ദയവായി അത് കാണണം. അപ്പോൾ നമ്മൾ 3 വ്യത്യസ്ത രീതിയിലുള്ള ഫേസ് പാക്കുകൾ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഒത്തിരി പ്രയോജനപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ആ ബെല്ലൈക്കണൊന്ന് ദയവായി ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.